ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ടെന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂചി എന്നുള്ള പേര് മാറ്റിയിട്ട് നമ്മൾ ഓറഞ്ച് സ്റ്റിച്ചറി എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ നമ്മളൊരു കഫ്താൻ ടോപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാനൊരു കഫ്താൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അരയിൽ പട്ടൊക്കെ കൊടുത്തിട്ടുള്ള കയറൊക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു കഫ്താൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ ബോഡിനെ ഷേപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ചെയ്യാൻ അതിനേക്കാളും സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിനെ 4 ആക്കി മടക്കുന്നുണ്ട്. പിന്നെ ഷോൾഡർ നമ്മൾ 7 സാധാരണ 7 സാധാരണ എടുക്കാറുള്ളത്. ചെസ്റ്റും അതുപോലെ തന്നെ. പക്ഷേ ഇത് ഞാൻ അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, താഴെ ഭാഗത്തേക്കുള്ള ലെങ്ത്ത് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് ഒരു 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 12-12.5 എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 13-13.5 എടുക്കാം. ഇനി ഒരു 10 എടുക്കുന്നത്, നമ്മൾ എത്രയാണോ ചെസ്റ്റ് എടുക്കുന്നത് അതിനേക്കാൾ നമുക്കൊരു 1.5 ഇഞ്ച് എങ്കിലും അധികം കൂട്ടിയെടുക്കുക കേട്ടോ. കാരണം ഇത് നമ്മൾ കാര്യമായിട്ട് വേറെ ഇതൊന്നുമില്ല, പുറത്തേക്കാണ് നമ്മൾ ഷേപ്പാക്കിയതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ എത്രയാണോ 3 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ എടുക്കാറുണ്ട്. ഞാൻ കുറച്ചും കൂടെ വൈഡാക്കാൻ വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ച് എടുത്തതാണ്. പിന്നെ ഇതേ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ ഒരു 6 എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാനൊരു 5-5.5 എടുക്കാറുള്ളത്. നമുക്ക് ഫീഡ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂട്ടിയെടുത്തതാണ് കേട്ടോ. പിന്നെ ബാക്ക് നെക്ക് നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തി ശേഷം ഇത് ഇതിനൊരു ചതുര ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് റൗണ്ട് ആക്കിയിട്ട് എളുപ്പത്തിൽ നല്ല റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് എടുക്കാം. ശേഷം നമുക്ക് ഇവിടെ റൗണ്ട് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമ്മളിവിടെ റൗണ്ട് ചെയ്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴുത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. വി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ വി ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം, ചതുരം വേണമെന്നുണ്ടെങ്കിൽ ചതുരത്തിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിവിടെ ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ ചെസ്റ്റിൻ്റെ വിടുത്ത് അടയാളപ്പെടുത്തി അവിടുന്ന് തൊട്ടിട്ട് ലാസ്റ്റിലേക്കാണ്. അപ്പോൾ ലാസ്റ്റിൽ ചെറുതായിട്ട് കുറച്ചൊരു കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും എൻഡിൽ നിന്ന് നമ്മളൊരു 9 ഇഞ്ച് മുകളിലേക്കൊന്ന് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ 9 ഇഞ്ച് ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ മടക്ക് നമ്മൾ അടിഭാഗം മടക്കി അടിക്കുന്നതൊക്കെ അതിൽ പെടും കേട്ടോ. അപ്പോൾ ഇത് ഒരു 9 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം ആ അറ്റത്ത് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ വരെയാണ് നമ്മൾ ഇതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് വരെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ വിടുത്ത് എടുത്തില്ലേ, ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഈ എൻഡ് വരെയാണ് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ അടിഭാഗത്തേക്കൊക്കെ നല്ലൊരു ലൂസായിട്ട് തന്നെ ആവും. നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെയും ഒരു ഷേപ്പിൻ്റെയൊക്കെ ഒരു ഭാഗത്താണ് നമ്മുടെ ഷേപ്പിലായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സ് കിടക്കുന്നത് പോലെ അങ്ങനെ ഒരു ഒഴുക്കിലൂടെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഭാഗത്ത്, അതായത് 4 ഭാഗത്തും കൂടെ അടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഭാഗത്താണ് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ അടിക്കുന്ന 2 സൈഡിൽ, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട് പോർഷനിലോ ബാക്ക് പോർഷനിലോ അത് എവിടെയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലും ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് അവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അടിഭാഗം വരെ ഒറ്റ സ്റ്റിച്ച് കേട്ടോ. അത് മാത്രമാണ് ഇതിൻ്റെ ഷേപ്പിൽ വരുന്നതുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാർക്കിങ് കൊടുക്കാം കേട്ടോ. കാരണം നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അവിടെയും ഇവിടെയും ആയിട്ടൊരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്ക് പോർഷൻ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിനെ ഇങ്ങനെ ഒന്നുകൊണ്ട് നീക്കിയിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ മനസ്സിലാവും. നമ്മളിങ്ങനെ 4 പീസാക്കി വെച്ചാലായിരുന്നു. ഇതിൽ ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷൻ മാത്രമായിട്ടൊന്ന് ഇതുപോലെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റൗണ്ടായിട്ടാവും കിട്ടുക കേട്ടോ. ഇനി ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് ഒരു 2 ക്രോസ് പീസ് എടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം നല്ല വശത്ത് വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നെക്ക് റെഡി ആവും കേട്ടോ.
പിന്നെ അടുത്തതായിട്ട് സൈഡ് 4 ഭാഗവും ഫുള്ളായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ആ ഒരു പണിയേ ബാക്കിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അലങ്കാരപ്പണികളാണ്. അപ്പോൾ ഇതേ നമുക്ക് ഇഷ്ടത്തിലുള്ള നമ്മളെ കളറിന് മാച്ചായിട്ടുള്ള ഏത് തരം ലൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് ഹെവി ലൈസ് വേണമെന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ചുറ്റുഭാഗത്തിന് നമുക്ക് ബാക്കിലും മുന്നിലൊക്കെ ആയിട്ട് ഈ ഒരു ലൈസ് വെച്ചിട്ട് എടുക്കാം കേട്ടോ. ശേഷമാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്, ഷേപ്പാക്കിയിട്ടുള്ള സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ഓറഞ്ച് സ്റ്റിച്ചറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.